ഓം ശാന്തി. മസ്തക മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഞാൻ ഒരു ജ്യോതിപുഞ്ചമാണ്. ഞാൻ ജ്യോതി സ്വരൂപാത്മാവാണ്. പരം ജ്യോതി ശിവപരമാത്മാവിന്റെ ശ്രേഷ്ഠ രചന. ഞാൻ ബ്രാഹ്മണാത്മാവാണ്. ഞാൻ ബ്രഹ്മ വംശാവലി ബ്രാഹ്മണനാണ്. എൻ്റെ ഈ ബ്രാഹ്മണ സ്വരൂപം സർവശക്തികളാലും സമ്പന്ന സ്വരൂപമാണ്. ഞാൻ മായാജീതാത്മാവാണ്. ഞാൻ ബ്രാഹ്മണ ആത്മാ സദാ വിജയിയാണ്. സർവശസ്ത്രങ്ങളാലും സമ്പന്നമായ ജ്ഞാനാത്മാ മായയുടെ വിഘ്നങ്ങളിൽ നിന്നും വിജയിയാകുന്നു. ഞാൻ ബ്രാഹ്മണ ആത്മാ താജ് തഖ്ത് തിലകധാരിയാണ്. വിശ്വകല്യാണത്തിന്റെ ഉത്തരവാദിത്വത്തിന്റെ കിരീടധാരിയാണ്. പരമാത്മസ്മൃതിയുടെ തിലകധാരിയാണ്. പരമാത്മാ ദിൽ തക്ത നശീനാത്മാവാണ്. ഞാൻ മഹാൻ ബ്രാഹ്മണ ആത്മാവാണ്. സുപ്രീം ടീച്ചർ പരമാത്മ ശിവബാബയിൽ നിന്നും സഹജമായ ജ്ഞാനവും രാജയോഗവും പഠിച്ച് ഞാൻ ബ്രാഹ്മൺ പവിത്ര ദേവതയാകുന്നു. ഞാൻ എൻ്റെ സത്യയോഗി ദേവതാ സ്വരൂപത്തെ കാണുന്നു. ഞാൻ സർവഗുണ സമ്പന്ന ദേവതയാകുന്നു. എൻ്റെ അലങ്കൃതമായ ദേവതാ സ്വരൂപത്തെ കാണുന്നു. ശിരസിൽ രാജ്യപദവിയുടെ കിരീടം, മസ്തകത്തിൽ രാജ്യതിലകം, കണ്ണുകളിൽ ആത്മീയ പ്രകാശം, മുഖത്തിൽ ദിവ്യതയുടെ തിളക്കം, റോയലായ നടപ്പ്. ഞാൻ രാജകീയ കുലത്തിലെ ദേവതയാകുന്നു. ഞാൻ മഹാനാത്മാവാണ്. ബ്രാഹ്മണ കുലത്തിന്റെ ലഹരിയിലിരിക്കുന്നു. സത്യമായ ബ്രാഹ്മണർ തന്റെ ബുദ്ധിയുടെ നങ്കൂരം ഈ പഴയ ലോകത്തിൽ നിന്നും എടുത്തു കളഞ്ഞിരിക്കുന്നു. കൈകൾ കൊണ്ട് കർമ്മം ചെയ്യുന്നു. ബുദ്ധി സദാ ബാബയുടെ ഓർമ്മയിലിരിക്കുന്നു. കർമ്മയോഗിയായിരിക്കുന്നു. കമല പുഷ്പത്തിന് സമാനമാകുന്നു. സദാ ആത്മാഭിമാനിയായിരിക്കാനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു. കാമമാകുന്ന മഹാശത്രുവിന് മേലെ വിജയം നേടുന്നു. ബാബ എന്നെ പുതിയ ലോകത്തിലേക്ക് യോഗ്യനാക്കി മാറ്റുന്നു. എനിക്കറിയാം, ഞാൻ സ്വർഗത്തിലെ ദേവി ദേവതയായി മാറുകയാണ്. പുരുഷാർത്ഥമനുസരിച്ച് ഞാൻ സ്വച്ഛമായ ബുദ്ധിയുള്ളവരായി മാറുകയാണ്. ബാബയുടെ മതമനുസരിച്ച് മാത്രം നടക്കുന്നു. ബ്രാഹ്മണർ മഹിമായോഗ്യരാണ്. ദേവതകൾ പൂജയ്ക്ക് യോഗ്യരാകുന്നു. ബ്രാഹ്മണർ ശ്രീമതത്തിലൂടെ വിശ്വത്തെ പവിത്രമായ സ്വർഗമാക്കി മാറ്റുന്നു. ഞാൻ സദോ പ്രധാനമായി മാറുന്നു. ബാബയുടെ ഓർമ്മയില്ലെങ്കിൽ മായ എന്തെങ്കിലും വികർമ്മങ്ങൾ ചെയ്യിപ്പിക്കും. പാരലൗകിക അച്ഛൻ ആജ്ഞാപിക്കുന്നു, കുട്ടികളെ, കാമം മഹാശത്രുവാണ്. ഇതിന്റെ മേലെ വിജയിച്ച്
പവിത്രതയുടെ പ്രതിജ്ഞ ചെയ്യൂ. ഞാൻ 84 ജന്മങ്ങൾ പൂർത്തിയാക്കി ഇപ്പോൾ പവിത്രമായി തിരിച്ചു പോകണം. ബാബ ദുഃഖഹർത്താവും സുഖകർത്താവുമാണ്. ഞാൻ ഈ കലിയുഗി തീരം വിട്ടിരിക്കുന്നു. കൈകൾ കൊണ്ട് കർമ്മം ചെയ്തുകൊണ്ട് ഹൃദയം ഒരു ബാബയോട് ചേർത്ത് വയ്ക്കുന്നു. ഓർമ്മയുടെ യാത്രയിൽ പാപം ഭസ്മമാക്കുന്നു. മുഖ്യമായത് ഓർമ്മയുടെ യാത്രയാണ്. ഞാൻ മനസ്സാ വാച കർമ്മണ വളരെ കൃത്യനിഷ്ഠയുള്ളവരാകുന്നു. ബ്രാഹ്മണനായി മാറിയതിന് ശേഷം ശൂദ്രരുടെ കർമ്മമൊന്നും ചെയ്യില്ല. ഞാൻ ആജ്ഞാകാരിയായി ബാബയുടെ നിർദ്ദേശം പൂർണ്ണമായും പാലിക്കുന്നു. കർമ്മയോഗിയാകുന്നു. ബാബ തന്നിരിക്കുന്ന വരദാനത്തിന്റെ സ്വരൂപമാകുന്നു. ഡബിൾ ലൈറ്റായി കർമാതീത അവസ്ഥയുടെ അനുഭവം ചെയ്യുന്ന കർമ്മയോഗിയാകുന്നു. കർമ്മം ചെയ്യുമ്പോൾ സ്വയം ട്രസ്റ്റിയായി മനസ്സിലാക്കി ആത്മിക സ്ഥിതിയിലിരിക്കുന്നതിൻ്റെ അഭ്യാസം ചെയ്യുന്നു. അപ്പോൾ സെക്കൻഡിൽ കർമാതീതമാകുന്നു. നിമിത്തമായി കർമ്മങ്ങൾ ചെയ്യുന്നതിനായി മാത്രം കർമ്മയോഗിയാകുന്നു. പിന്നീട് കർമാതീത അവസ്ഥ അനുഭവിക്കുന്നു. വിശാല ഹൃദയമുള്ളവർക്ക് അസംഭവ്യമായ കാര്യങ്ങൾ സംഭവ്യമാക്കും. ബാബ അവ്യക്ത സൂചന നൽകിയിരിക്കുന്നു. കുറവുകളെ പറ്റി ചിന്തിക്കരുത്. ഗുണങ്ങളെ മുന്നോട്ട് വയ്ക്കൂ. അപ്പോൾ സദാ സന്തോഷത്തിൽ മുമ്പോട്ടു പോകും. ഒരു ശ്രീമതമനുസരിച്ച് നടക്കുന്നു. മനസ്സിന്റെ ഗീതവും ഭാഷയും ഒന്നാകുന്നു. കാരണം ഹൃദയത്തിൽ ഒരു ബാബയുണ്ട്. ഓം ശാന്തി.